ഒരു ഫംഗ്ഷൻ വരാട്ടൊക്കെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻ സാരീസ് നോക്കുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ കാണിക്കാൻ പോകുന്ന സാരീസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ഒരു 3 ഷെയ്ഡ്സ് വരുന്നുണ്ട്. നല്ലൊരു പർപ്പിൾ, അതുപോലെ തന്നെ നല്ലൊരു മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട്, നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട്. നമുക്ക് ഓരോന്നും ഓപ്പൺ ചെയ്തിട്ട് ലുക്ക് നോക്കാം. ആൻഡ് ഇതിൻ്റെ അട്രാക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ കോൺട്രാസ്റ്റ് ലുക്കിൽ നിൽക്കുന്ന പല്ലുവും അതുപോലെ തന്നെ ബ്ലൗസ് പീസും ആണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ ബോഡി പോർഷൻ ഫുൾ നമുക്ക് സെറിയുടെ തന്നെ ഒരു ജോമെട്രിക്കൽ പാറ്റേൺ സ്റ്റൈലാണ് കൊണ്ടുവരുന്നത്. കുറച്ചൊന്ന് ബ്രോഡായിട്ട് നിൽക്കുന്ന ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. നമുക്ക് ബോർഡർ ഡീറ്റെയിലിംഗ് അപ്പറിലോട്ട് വരുമ്പം കുറച്ചൊന്ന് ഒത്തിരി ബ്രോഡ് അല്ലാത്തതും, അതുപോലെ തന്നെ ലോവറിലോട്ട് വരുമ്പോൾ കുറച്ചൊന്ന് ബ്രോഡായിട്ട് നിൽക്കുന്ന ബോർഡർ ഡീറ്റെയിലിംഗ് ആണ്. നല്ല കളർ ഷെയ്ഡും കൂടെയാണ് കേട്ടോ. ഈ ഒരു പർപ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ സ്കിൻ ടോണിനും ഒരുപോലെ ചേർന്ന് പോകുന്ന ഒരു ഷെയ്ഡും കൂടിയാണ്. ആൻഡ് ഇതാണ് അതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. പല്ലുവിൽ ഫുൾ ഒരു ഫ്ലോറൽ സ്റ്റൈലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. സെയിം ഈ ഒരു സ്റ്റൈലിൽ തന്നെയാണ് നമുക്ക് ബ്ലൗസ് പീസും വന്നിട്ടുള്ളത്. ആൻഡ് ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഫുൾ ഒരു ബ്രൊക്കേഡ് സ്റ്റൈൽ വിത്ത് ബോർഡർ ഡീറ്റെയിലിംഗ് ബ്ലൗസ് പീസിൽ വരുന്നുണ്ട്. നന്നായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് ലുക്ക് വരുന്ന സാരി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂണിൻ്റെയും അതുപോലെ തന്നെ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ്റെയും കോമ്പിനേഷനാണ് കേട്ടോ. ഇതിലും സെയിം ആ ഒരു വർക്ക് ഡീറ്റെയിലൊക്കെ സെയിം തന്നെയാണ്. ഇതേ ഒരു സെയിം കളർ കോമ്പിനേഷനാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സാരി. പക്ഷേ ഇതിൻ്റെ നമുക്ക് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഒരു ഫുള്ളും ബോഡി പോർഷൻ നോക്കുമ്പോൾ ഒരു ഫ്ലോറൽ പാറ്റേൺ വരുന്നുണ്ട്. ഇതിലൊരു ജോമെട്രിക്കൽ സ്റ്റൈൽ. ഇത് രണ്ടും മാത്രമേ ഈ രണ്ട് സാരീസിലും ഡിഫറൻസ് വരുന്നുള്ളൂ. ഞാൻ വെയർ ചെയ്തിരിക്കുന്നതിലും ഒരു 3 ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. ആൻഡ് ഇതിലും സെയിം ആ ഒരു പാറ്റേൺ സ്റ്റൈൽ വരുന്നുണ്ട്. ബ്ലൗസ് പീസിലും ഫുൾ ബ്രൊക്കേഡ് സ്റ്റൈലിൽ നിൽക്കുന്ന ബ്ലൗസ് പീസ്. നമുക്ക് കുറച്ചൊന്ന് ഹെവി ആയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രൊക്കേഡ് സ്റ്റൈലിൽ തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് മിനിമൽ ഹാൻഡ് വർക്കൊക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് പ്രീമിയം ലുക്ക് ചെയ്യാൻ സിമ്പിളായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്രൊക്കേഡ് സ്റ്റൈൽ തന്നെ വെയർ ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗിക്ക് നമുക്ക് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന സാരീസും കൂടിയാണ് കേട്ടോ. ഇതാണ് നെക്സ്റ്റ് ലുക്ക് വരുന്ന സാരി. ആൻഡ് ലാസ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡാണ്. അതിൻ്റെ കൂടെ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന സെയിം ആ ഒരു മെറൂണിൻ്റെ തന്നെ ബോർഡർ ഡീറ്റെയിലിംഗ് ആണ്. അതിനുള്ളിലും സെയിം ആ ഒരു ഫ്ലോറിൻ്റെ തന്നെ സെറിയുടെ ഒരു വീവിങ് സ്റ്റൈൽ കൊണ്ടുവരുന്നൊരു ജോമെട്രിക്കൽ സ്റ്റൈലിൽ. ആൻഡ് ഇതാണ് അതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. പല്ലു ഫുൾ ഒരു ഫ്ലോറൽ പാറ്റേണിൽ വന്നിട്ടുള്ള പല്ലു പോർഷനാണ്. ബ്ലൗസ് പീസും ഈ ഒരു സെയിം സ്റ്റൈലിൽ തന്നെയാണ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ കോഡ് വരുന്നത് KAC എന്ന കോഡിലാണ്. KAC 185 എന്ന കോഡിൽ പ്രൈസ് റേഞ്ച് 1619 ആണ്. ആൻഡ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. ഒരു വെഡ്ഡിങ് വെയറിന് നമുക്ക് വെയർ ചെയ്ത് പോകാൻ ഒത്തിരി കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യുന്നല്ലേ സാരീസൊക്കെ. അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഇത്രയും സാരീസ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന അല്ലാണ്ട് ഒരു 4 ഷെയ്ഡ്സും കൂടെ വരുന്നുണ്ട്. എല്ലാം നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസും കൂടിയാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഭയങ്കര അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡും കൂടിയാണ്. സെമി സിൽക്കിലാണ് കേട്ടോ സാരി വന്നിട്ടുള്ളത്. ബോഡി പോർഷൻ നോക്കുകയാണെങ്കിൽ ഫുൾ നമുക്ക് സെറിയുടെ തന്നെ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ അട്രാക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് പല്ലുവാണ്. കോൺട്രാസ്റ്റ് ലുക്കിൽ നിൽക്കുന്ന പല്ലു ആൻഡ് ബ്ലൗസ് പീസാണ്. പല്ലു നോക്കുകയാണെങ്കിൽ ഫുൾ ഒരു ഫ്ലോറൽ പാറ്റേൺ വിത്ത് ജോമെട്രിക്കൽ പാറ്റേണും കൂടി വരുന്നുണ്ട്. കോൺട്രാസ്റ്റ് ലുക്കിൽ നിൽക്കുന്ന ബോർഡറും ഡീറ്റെയിലും. അപ്പർ പോർഷനിൽ കുറച്ചൊന്ന് ചെറുതായിട്ടും അതുപോലെ തന്നെ ലോവറിലോട്ട് വരുമ്പോൾ കുറച്ചൊന്ന് ബ്രോഡായിട്ട് നിൽക്കുന്ന ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. അതിനുള്ളിലും ഒരു ജോമെട്രിക്കൽ സ്റ്റൈലും അതുപോലെ തന്നെ 6 സ്റ്റൈലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് ഷെയ്ഡ്സും കൂടെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്കിനുള്ളിൽ തന്നെ ഒരു ഗോൾഡൻ ജെറിയുടെ വീവിങ് കുറച്ചും കൂടെ ഒന്ന് അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ കോൺട്രാസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ. ഒരു ബോട്ടിൽ ഗ്രീൻ കോൺട്രാസ്റ്റ് ലുക്കിലാണ് നിൽക്കുന്നത്. ആൻഡ് എല്ലാത്തിനും നമുക്ക് വർക്ക് ഡീറ്റെയിലിങ്ങൊക്കെ സെയിം ആണ്. കളേഴ്സിൽ മാത്രം ഡിഫറൻസ് വരുന്നുള്ളൂ. ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത്. പല്ലും സെയിം ഈ ഒരു കോൺട്രാസ്റ്റ് ലുക്കിൽ നിൽക്കുന്ന പല്ലു ഡീറ്റെയിലിംഗ് ആണ്. ആൻഡ് നമുക്കൊരു ഫംഗ്ഷൻ വെയറായിട്ട് ഫ്രണ്ട്സിനൊക്കെ ആയാലും കസിൻസിനൊക്കെ ആയാലും ഒരുപോലെ വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന കളക്ഷൻസും കൂടെയാണ് കേട്ടോ. ആൻഡ് ഇതാണ് നെക്സ്റ്റ് ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വരുന്നതും ബ്ലാക്കിൽ തന്നെ. പക്ഷെ നമുക്ക് ഇതിൽ മുന്നേ കാണിച്ചൊരു ബോട്ടിൽ ഗ്രീൻ്റെ കോമ്പിനേഷൻ ആണെങ്കിൽ ഇതിൽ നമുക്കൊരു മെറൂണിൻ്റെ കോമ്പിനേഷനാണ് കേട്ടോ. കോൺട്രാസ്റ്റ് ലുക്കിൽ മാത്രം കളേഴ്സ് വേരിയേഷൻ വരുന്നുള്ളൂ. ആൻഡ് ഭയങ്കര സോഫ്റ്റായിട്ട് നന്നായിട്ട് ഒഴുകി കിടക്കുന്ന മെറ്റീരിയൽ. നമുക്ക് പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് കൊടുത്താൽ കുഞ്ഞു യങ്സ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ നല്ല കുഞ്ഞു പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാലും നന്നായിട്ട് ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയലാണ്. നോർമലി നമുക്ക് സെമി സിൽക്ക് കുറച്ചൊന്ന് ഒതുങ്ങാത്തൊരു കൈൻഡ് ഓഫ് മെറ്റീരിയലും. പക്ഷേ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് കാണുമ്പോഴത്തേനും മനസ്സിലാവും ആ പ്ലീറ്റ്സ് ഒക്കെ എടുത്തായാലും നന്നായിട്ട് ഒതുങ്ങി നിൽക്കും. നമുക്ക് നല്ല ഷേപ്പിൽ നമുക്ക് വെയർ ചെയ്തെടുക്കാൻ പറ്റുന്ന സാരിയും കൂടെയാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലാക്കിൽ നമ്മൾ നോർമലി യൂഷ്വലി കാണുന്ന കോമ്പിനേഷനാണ് ബ്ലാക്ക് വിത്ത് മെറൂൺ എന്ന് പറയുമ്പോൾ. ആ ഒരു സെയിം കോമ്പിനേഷനിലാണ് ഇതും വന്നിട്ടുള്ളത്. ആൻഡ് ബ്ലൗസ് പീസും സെയിം മെറൂണിലാണ് കേട്ടോ. ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത് ബ്രൊക്കേഡ് സ്റ്റൈൽ വന്നിട്ടുള്ള ബ്ലൗസ് പീസ് വിത്ത് ബോർഡർ ഡീറ്റെയിൽ. സാരിയിൽ വരുന്ന സെയിം ബോർഡർ ഡീറ്റെയിൽ നമുക്ക് ബ്ലൗസ് പീസിലും കൂടെ വരുന്നുണ്ട്. ആൻഡ് ഇതാണ് നെക്സ്റ്റ് ലുക്ക് വരുന്നത്.
ഞാൻ വേറെതിരിക്കുന്ന ഈ ഒരു ബ്ലൗസിൻ്റെ കൂടെയും കുറച്ച് മാച്ചായിട്ട് പോകുന്നത് കാരണം ഒരു കോൺട്രാസ്റ്റ് ലുക്കിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ യങ്സ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ ഇതുപോലൊരു സ്ലീവ്ലെസ് ബ്ലൗസൊക്കെ ഇട്ട് കഴിഞ്ഞാലും നല്ല റിച്ച്നെസ് ആയിട്ട് നമുക്ക് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന സാരീസും കൂടെയാണ്. ആൻഡ് ഇതാണ് നെക്സ്റ്റ് ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വയലറ്റിൻ്റെ അതുപോലെ തന്നെ നല്ലൊരു ഡാർക്ക് മെറൂണിൻ്റെയും കോമ്പിനേഷൻ കേട്ടോ. നല്ലൊരു കളർ കോമ്പിനേഷനും കൂടെയാണ്, എല്ലാ സ്കിൻ ടോണിനും ഒരുപോലെ മാച്ചായി പോകുന്ന ഒരു ഷെയ്ഡും കൂടെയാണ്. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലും സെയിം ആ ഒരു ഫ്ലോറൽ ജെറിയുടെ തന്നെ ഒരു ഫ്ലോറൽ ഡീറ്റെയിലിംഗ് ആണ് പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് വരുന്നത് അതിൻ്റെ പല്ലു പോർഷനാണ് കേട്ടോ. ഇതിൻ്റെ അട്രാക്റ്റീവ് ലുക്ക് എന്ന് പറയുമ്പം ഈ ഒരു കോൺട്രാസ്റ്റ് ലുക്കിൽ നിൽക്കുന്നതാണ് കുറച്ചും കൂടെ നമ്മൾ കാഞ്ചീപുരം സാരീസിലൊക്കെ കാണുന്ന ഒരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു സാരി കളക്ഷൻസിലും കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് നെക്സ്റ്റ് ലുക്ക് വരുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് ഈ ഒരു വയലറ്റിൻ്റെ അതുപോലെ തന്നെ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ്റെയും കോമ്പിനേഷനാണ് കേട്ടോ. എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ എൻ്റെ പേഴ്സണൽ കുറച്ച് ഫേവറേറ്റും കൂടെയാണ്. ആൻഡ് ഇതാണ് എൻ്റെ പല്ലു പോർഷൻ വരുന്നത്. സെയിം ആ ഒരു ബ്രൊക്കേഡ് സ്റ്റൈലിൽ തന്നെയാണ് പല്ലു വന്നിട്ടുള്ളത്. നമുക്കൊരു വൺ ടൈം സാരിയായിട്ടൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധാവണിയായിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസും കൂടെ കേട്ടോ. നല്ല സ്കേർട്ട്, നല്ല കുഞ്ഞ് പ്ലീറ്റ്സൊക്കെ ഇട്ട് സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിക്ക് നമുക്ക് വേറെ ചെയ്ത് പോകാൻ പറ്റുന്ന കളക്ഷൻസും കൂടിയാണ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത് സെയിം ആ ഒരു കോൺട്രാസ്റ്റ് ലുക്കിൽ, ആ ഒരു ബോട്ടിൽ ഗ്രീൻ്റെ കോൺട്രാസ്റ്റ് ലുക്കിൽ തന്നെയാണ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. ബ്ലൗസ് പീസിന് ഫുള്ളൊരു ബ്രൊക്കേഡ് സ്റ്റൈലിൽ തന്നെയാണ് ബ്ലൗസ് പീസ് വന്ന് അത്യാവശ്യം പ്രീമിയം ലുക്കിൽ തന്നെയാണ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. കോഡ് വരുന്നത് KAC എന്ന കോഡിലൊക്കെയാണ് കേട്ടോ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. KC 192 എന്ന കോഡിൽ പ്രൈസ് റേഞ്ച് 1619 ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ വീഡിയോയുടെ തൊട്ട് താഴെ ലിങ്കും കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്തായാലും ചെക്ക് ഇറ്റ് ഔട്ട്, www.aham.store. ക്രേപ്പ് സിൽക്ക് സാരി, അതെ, ഭയങ്കര കംഫർട്ടാണ്. അതേപോലെ ഒഴുകിക്കിടക്കുന്ന ഒരു കൈൻഡ് ഓഫ് സാരിയും കൂടെയാണ് കേട്ടോ. ഇത് ഉടുത്തിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്ര പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഫിഗറി ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ടെന്ന്. നമുക്ക് ഒരു ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ സാരി ഉടുക്കാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്, പെട്ടെന്ന് സാരി ഉടുത്ത് പോകണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സാരി ചൂസ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ വേറെ നിൽക്കുന്ന ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്. ഞാൻ എവിടെ ബ്ലാക്ക് കണ്ടാലും അപ്പം പോയി ചാടി ബ്ലാക്ക് എടുക്കുന്ന ഒരു കൂട്ടത്തിലെ ആൾക്കാരിൽ ഒരാളും ഞാനാണ് കേട്ടോ. അപ്പം ബ്ലാക്കിൽ ബോഡിയിൽ നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് ഡീറ്റെയിലിംഗ് ആണ് ആ ഒരു ത്രൂ ഔട്ട് ദ ബോഡി നമുക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ബോർഡറിൽ നമുക്ക് ഒരു ഫ്ലോറൽ ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഒരു പ്രിന്റ് ഡീറ്റെയിലിംഗ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു പ്രിന്റിന്റെ ലുക്ക് കാണുമ്പോൾ ഒരു ടൈ ആൻഡ് ഡൈറൊക്കെ ഒരു സിമിലർ പാറ്റേണിലാണ് ആ ഒരു പ്രിന്റ് ഡീറ്റെയിലിംഗ് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് പല്ലു പോർഷൻ നോക്കുകയാണെങ്കിൽ സെയിം ആ ഒരു ബോഡിയിൽ വന്നിട്ടുള്ള ആ ഒരു ഡീറ്റെയിലിംഗ് ആണ് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബേജ് ആൻഡ് മെറൂൺ ഷെയ്ഡ്, ബ്ലാക്കും കൂടെ അതിൻ്റെ കൂടെ ആഡ് ആവുന്നുണ്ട്. ആൻഡ് ഇതാണ് കേട്ടോ സാരിയുടെ ലുക്ക് വരുന്നത്. ആ ഒരു ബ്ലാക്കിൽ തന്നെ ആ സ്ട്രൈപ്സ് പാറ്റേണിലാണ് ആ ഒരു പ്രിന്റ് ഡീറ്റെയിലിംഗ് ആൻഡ് വിത്ത് ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ്. ആൻഡ് ആ ഒരു പല്ലുവിൻ്റെ പോർഷനിൽ മെറൂണിൻ്റെ ഒരു ഷെയ്ഡഡ്, പിന്നെ ആ പല്ലുവിൻ്റെ പോർഷനിലൊക്കെ നമുക്ക് ആ ഒരു സ്മോക്കിയുടെ ഒക്കെ ഒരു എഫക്റ്റ് നമുക്ക് ആ ഒരു പ്രിന്റിൽ തന്നെ പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് കൊടുക്കാനാണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിക്കാണ് ഈ ഒരു സാരിയുടെ ടൈപ്പ് വന്നിട്ടുള്ളത്. കണ്ടോ, പ്ലീറ്റ്സ് ഒക്കെ എടുക്കാനാണെങ്കിലും നല്ല പോലെ പെട്ടെന്ന് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് വന്നിരിക്കുന്ന ബ്ലൗസ് പീസ് ആ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡിലാണ്, മെറൂൺ ഷെയ്ഡിൽ വിത്ത് ആ ഒരു സ്ട്രൈപ്സ് പാറ്റേൺ ഒക്കെ ഇതിൽ പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ലുക്ക് നോക്കാം. നെക്സ്റ്റ് ലുക്ക് വരുന്നത് ഈ ഒരു ബേജ് ഷെയ്ഡ്. ആൻഡ് അതിൻ്റെ അകത്ത് ഫുള്ളി ആ ഒരു ഫ്ലോറൽ ലുക്കാണ് ക്രിയേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അല്ല വലുതായിട്ടുള്ള ആ ഒരു റോസാപ്പൂടെ ഒക്കെ ഒരു സിമിലർ പാറ്റേണിലാണ് നമുക്ക് ആ ഒരു സിമിലർ പാറ്റേൺ അല്ല കേട്ടോ, റോസിൻ്റെ ഒക്കെ ഒരു പ്രിന്റ് ഡീറ്റെയിലിംഗ് ആണ് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇതാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത്. സ്കാറ്റേഡ് ആയിട്ടാണ് ആ ഒരു റോസ് ഡീറ്റെയിലിംഗ് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ കൂടെ പെയർ ചെയ്ത് വന്നിരിക്കുന്ന ബ്ലൗസ് പീസ് ഇതാണ്. ആൻഡ് ബ്ലൗസ് പീസിലും ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് ഡീറ്റെയിലിംഗ് പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് പല്ലു പോർഷൻ നോക്കുവാണെങ്കിൽ ഇതാണ് പല്ലു. പല്ലുവിലും ഫുള്ളി ആ ഒരു ഡീറ്റെയിലിംഗ് നമുക്ക് പ്ലേസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇതാണ് സെക്കൻഡ് ലുക്ക് വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന സാരിയുടെ കളക്ഷനാണ് കേട്ടോ. ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് ഇതും ബേജ് ഷെയ്ഡ്, ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഫുള്ളി ആ ഒരു വേവി പാറ്റേണിലാണ് ആ ഒരു നമുക്ക് എന്താ പറയുക ആ ഒരു പ്രിന്റ് ഡീറ്റെയിലിംഗ് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് വന്നിരിക്കുന്ന ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ.
എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള സാരിയുടെ കളക്ഷൻസ്. ആൻഡ് പല്ലു പോർഷൻ വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ആ ഒരു ഫുള്ളി പ്രിന്റ് ഡീറ്റെയിലിംഗ് പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് ഇതിന് കൂടെ പെയർ ചെയ്ത് വന്നിരിക്കുന്ന ബ്ലൗസ് പീസ് ഇതാണ്. ഫുള്ളി ആ ഒരു കുഞ്ഞു കുഞ്ഞു ആ ഒരു ബൂട്ടാസിൻ്റെ ഒക്കെ ഒരു ബുട്ടാസ് അല്ല, കുഞ്ഞു കുഞ്ഞു ആ ഒരു സർക്കിൾ ടൈപ്പിലാണ് ആ ഒരു പ്രിന്റ് ഡീറ്റെയിലിംഗ് ഫുള്ളി പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോഡ് വരുന്നത് SSN 189 എന്ന കോഡിൽ 2199 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള സാരീസിൻ്റെ കളക്ഷൻസ്. ചെക്ക് ഔട്ട് www.aham.store.